Welcome to BSc Main Physics, Paper 2 Nuclear and Particle Physics, Unit 7. We continue Particle Physics. And this is Semester 6 BSc Main, class number 49. Resonant and strange particles. Resonant particles and strange particles in particle physics. What are resonant particles? Resonant particles. ഇപ്പോൾ പാർട്ടിക്കിൾ ഫിസിക്സിൽ വരുന്ന മറ്റൊരു ഗ്രൂപ്പാണ് resonant particles. They are short-lived particles such as lambda. നമ്മൾ ഹൈപ്പർബോള കേട്ടില്ലേ? Lambda particles having a lifetime of about 4 into 10 raised to minus 23 second are called resonant particles. 23. 4 into 10 raised to minus 23 second are called resonant particles. Short-lived particles such as lambda particles having lifetime of about 4 into 10 raised to minus 23 second. Second അവിടെ ചേർക്കുക. Second are called resonant particles. ഈ ലൈഫ് ടൈമുള്ള പാർട്ടിക്കിളിനെ വിളിക്കുന്ന പേരാണ് resonant particles, ലാംഡ പോലെയുള്ള. They are also known as simple resonances. Simple resonance എന്നും അവയെ വിളിക്കും. Almost all known particles are unstable. That is, they decay spontaneously into several other particles. മിക്കവാറും എല്ലാ പാർട്ടിക്കിളും അൺസ്റ്റേബിൾ ആണ്. അത് സെവറൽ പാർട്ടിക്കിളായി ഡീക്കേ ചെയ്യുക. The only stable particles are electron, the proton, the photon and the neutrino. 200 പരം പാർട്ടിക്കിൾ ഉള്ളതിൽ സ്റ്റേബിളായിട്ടുള്ളത് 4 മാത്രമാണ്. ന്യൂട്രോൺ പോലും സ്റ്റേബിൾ അല്ല. ന്യൂട്രോണിന് ലൈഫ് ടൈം ഉണ്ട്, ഡീക്കേ ചെയ്യും. അപ്പോൾ ആകെയുള്ള പാർട്ടിക്കിൾസിൽ സ്റ്റേബിളായിട്ടുള്ള 4 പാർട്ടിക്കിളാണ് ഇലക്ട്രോൺ, പ്രോട്ടോൺ, ഫോട്ടോൺ ആൻഡ് ന്യൂട്രീനോ. ന്യൂട്രോൺ ഈസ് നോട്ട് എ സ്റ്റേബിൾ പാർട്ടിക്കിൾ. യു റിമെമ്പർ, ന്യൂട്രോൺ ഈസ് നോട്ട് എ സ്റ്റേബിൾ പാർട്ടിക്കിൾ. പ്രൊഡക്ഷൻ ഓഫ് റിസണന്റ് പാർട്ടിക്കിൾസ്. എങ്ങനെയാണ് റിസണന്റ് പാർട്ടിക്കിൾസ് ഉണ്ടാകുന്നത്? പ്രൊഡക്ഷൻ ഓഫ് റിസണന്റ് പാർട്ടിക്കിൾസ്. റിയാക്ഷൻ ക്രോസ് സെക്ഷൻ ഓഫ് റിസണന്റ് പാർട്ടിക്കിൾസ്. ഗ്രാഫ് നോക്കുക. എക്സ് ആക്സിൽ റിയാക്ഷൻ ക്രോസ് സെക്ഷൻ, മുകളിൽ നമ്മൾ സിഗ്മ 0 പൈ 0 കാണിച്ചിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ y ആക്സിൽ റിയാക്ഷൻ ക്രോസ് സെക്ഷൻ. If a beam of negative K mesons collide on protons in a bubble chamber, a variety of reactions take place. The reactions are: if a beam of negative K mesons collide on protons in a bubble chamber, a variety of reactions take place. The reactions are. അതായത് ബബിൾ ചേമ്പറിലാണ് ഈ പരീക്ഷണം നടത്തിയത്. ഇപ്പോൾ ബബിൾ ചേമ്പർ നമുക്ക് പഠിക്കാൻ ഇല്ലാത്ത ഒരു പാർട്ടിക്കിൾ ഡിറ്റക്ടറാണ്. അപ്പോൾ അതിൽ പരീക്ഷണം നടത്തിയാണ് ഈ റെസോണൻറ്റ് പാർട്ടിക്കിൾ കണ്ടുപിടിച്ചത്. ഇഫ് എ ബീം ഓഫ് നെഗറ്റീവ് കെ mesons collide on protons in a bubble chamber, a variety of reactions take place. The reactions are. ഇനി പറയുന്ന റിയാക്ഷനാണ് സംഭവിക്കുന്നത്. The reactions are: K minus plus P gives delta plus 1.5 to GeV. Delta gives sigma 0 plus pi 0. Delta gives lambda plus pi minus. ഇതുപോലുള്ള റിയാക്ഷൻ ഉണ്ടാകാം. ഡെൽറ്റ ഒരു പാർട്ടിക്കിളാണ്. Here in the x-axis we take energy in MeV and y-axis we take cross section. Lambda, pi 0, pi minus are shown. Lambda, pi 0, pi minus are shown. The reaction cross section of each of the particle is some function of energy. ഇപ്പോൾ ഈ പാർട്ടിക്കിളിൻ്റെ റിയാക്ഷൻ ക്രോസ് സെക്ഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നേരത്തെ. അത് ഈ പാർട്ടിക്കിളിൻ്റെ എനർജിയുടെ ഫംഗ്ഷൻ കൂടിയാണ്. ഫിഗർ ഷോസ് ദി വേരിയേഷൻ ഓഫ് എനർജി വിത്ത് റിയാക്ഷൻ ക്രോസ് സെക്ഷൻ. റിയാക്ഷൻ ക്രോസ് സെക്ഷൻ of resonant particles are shown in the figure. Collision of K minus meson and proton resulted a new particle delta. ഇപ്പോൾ K മൈനസും പിയും കൂടി കൊളൈഡ് ചെയ്താൽ ഡെൽറ്റ പാർട്ടിക്കിൾ ഉണ്ടാകും. ദ ലൈഫ് ടൈം ഓഫ് ഡെൽറ്റ ഈസ് 1 into 10 raised to minus 23 second. Delta decays by strong interaction to sigma 0 and pi 0. And finally lambda. Lambda is an extremely small lifetime particle.
വളരെ കുറച്ച് മാത്രം ലൈഫുള്ള പാർട്ടിക്കിളാണ് ലാംഡ. ഹൈപ്പറോണാണ്, സ്ട്രേഞ്ച് പാർട്ടിക്കിളാണ്. ആൻഡ് ഈസ് കോൾഡ് റെസൊണൻസ് പാർട്ടിക്കിൾ. അപ്പോൾ ഈ ലാംഡയെ അത് ഹൈപ്പറോണാണ്, അതിനെ റെസൊണൻസ് പാർട്ടിക്കിൾ എന്ന് പറയും. ഡെൽറ്റ ഈസ് കോൾഡ് ഇൻ്റർമീഡിയറ്റ് റെസൊണൻറ്റ് പാർട്ടിക്കിൾ. ഡെൽറ്റയെ നമ്മൾ ഇൻ്റർമീഡിയറ്റ് റെസൊണൻറ്റ് പാർട്ടിക്കിൾ എന്ന് വിളിക്കും. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ റെസൊണൻസ് പാർട്ടിക്കിൾസ്, ഹൗ ദേ ആർ പ്രൊഡ്യൂസ്ഡ്, ഗിവ് എക്സാമ്പിൾസ്. ഇനി അതിൻ്റെ ഒരു പ്രോബ്ലം അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ്. അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ വെച്ചുള്ളൊരു പ്രോബ്ലം. The width of resonance peak of delta particle is 100 MeV. Calculate its decay time. The width of resonant particle of delta particle is 100 MeV. Calculate its decay time. The decay time is calculated using uncertainty principle. The principle is delta E into delta T is greater than or equal to h by 4 pi. For doing problem, we can take equal to h by 4 pi. അപ്പോൾ ഡെൽറ്റ ഇ ടു ഡെൽറ്റ ടി ആണ് എനർജി ആൻഡ് ടൈമിലുള്ള അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. അത് h by 4 pi ആണ്. ഇപ്പോൾ ഡെൽറ്റ ഇ 100 MeV ആണ്, ജൂളാക്കുക. 100 ഇൻറ്റു 1.6 ഇൻറ്റു 10⁻⁻⁸ ജൂൾ. ദാറ്റ് ഈസ് 1.6 ഇൻറ്റു 10⁻⁻11 ജൂൾ. ആൻഡ് ഡെൽറ്റ ടി we find delta T is h by 2 pi into delta E equals 6.626 into 10⁻34 by 4 into 3.14 into 1.6 into 10⁻11. That is 0.329 into 10⁻23 joule. This is the decay time of resonant particle. അതാണ് resonant particle decay time. ഇനി നമ്മൾ പറയുന്ന സ്ട്രേഞ്ച് പാർട്ടിക്കിളാണ്. അത് ലാംഡ എന്ന്, ആ റെസൊണന്റ് പാർട്ടിക്കിൾ ലാംഡ എന്ന് പറയുന്ന പാർട്ടിക്കിളിനെയൊക്കെ സ്ട്രേഞ്ച് പാർട്ടിക്കിൾ എന്ന് പറയും. അവയ്ക്കൊരു കോഡ് നമ്പറുണ്ട്, സ്ട്രേഞ്ച്നെസ് നമ്പർ. സ്ട്രേഞ്ച് പാർട്ടിക്കിൾസ് ഓർ സ്ട്രേഞ്ച്നെസ് ഓഫ് പാർട്ടിക്കിൾ ഓർ സ്ട്രേഞ്ച്നെസ് നമ്പർ. അപ്പോൾ പല കോഡ് നമ്പർ പഠിച്ചിട്ടുണ്ട് നമ്മൾ. അതായത് പിന്നെ ബാരിയർ നമ്പർ, ലെപ്റ്റോൺ നമ്പർ, സ്ട്രേഞ്ച്നെസ് നമ്പർ, ഇലക്ട്രോൺ ലെപ്റ്റോൺ നമ്പർ, മെസോൺ ലെപ്റ്റോൺ നമ്പർ, ഇതെല്ലാം നമ്മൾ പഠിച്ചതാണ്. ലെപ്റ്റോൺ നമ്പേഴ്സ്, ബാരിയർ നമ്പർ, ചാർജ് ഇസ് എ ക്വാണ്ടം. Then comes the strangeness number. നമ്മളൊരു ന്യൂക്ലിയർ റിയാക്ഷൻ വാലിഡ് ആണെന്ന് ചെക്ക് ചെയ്യുന്നത് കോഡ് നമ്പർ ചെക്ക് ചെയ്തിട്ടാണ്. കൺസർവേഷൻ ലോസ്, ചാർജ് ഉണ്ട്, ബാരിയർ നമ്പർ ഉണ്ട്, ലെപ്റ്റോൺ നമ്പർ ഉണ്ട്, സ്ട്രേഞ്ച്നെസ് നമ്പർ ഉണ്ട്. Strangeness of particle or strangeness number. Particles such as lambda, sigma, psi, ഈ പോലെ എഴുതുന്ന psi and k mesons produced at a faster rate by high energy collisions, but they decay at a slow rate. ഇപ്പോൾ ഈ ലാംഡ, സിഗ്മ, psi ഈ പോലെ എഴുതുന്ന psi and k വളരെ വേഗത്തിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, പക്ഷേ അവ ഡീക്കേ ചെയ്യുന്നത് സ്ലോ ആയിട്ടാണ്. സ്ലോ റേറ്റ്. സിൻസ് ദ ബിഹേവിയർ ഓഫ് ദീസ് പാർട്ടിക്കിൾസ് ഷോസ് ഇൻകൺസിസ്റ്റൻസി, ഒരു അസ്ഥിരതയുണ്ട് അതിനകത്ത്. ഇൻകൺസിസ്റ്റൻസി in production and decay, these particles are known as strange particles. ഇത്തരം പാർട്ടിക്കിളിനെ ഇവയുടെ ഫോർമേഷനിലും ഡീക്കേയിലും ഒരു ഇൻകൺസിസ്റ്റൻസി ഉള്ളതുകൊണ്ട് അവയെ നമ്മൾ സ്ട്രേഞ്ച് പാർട്ടിക്കിൾസ് എന്ന് പറയും. ദീസ് പാർട്ടിക്കിൾസ് ആർ എൻഡോഡ് വിത്ത് എ ന്യൂ കോഡ് നമ്പർ. ഈ പാർട്ടിക്കിൾ നമ്മൾ പുതിയൊരു കോഡ് നമ്പർ കൊടുക്കും, കോൾഡ് സ്ട്രേഞ്ച്നെസ് നമ്പർ എസ്. For example, for K plus meson, and K minus meson, for K plus meson and K0 meson, S is 1. For K minus meson, S is minus 1. For lambda 0 particle, S is minus 1. അങ്ങനെയാണ് നമ്മൾ സ്ട്രേഞ്ച്നെസ് നമ്പർ എടുക്കുന്നത്, അല്ലെങ്കിൽ അസൈൻ ചെയ്തിരിക്കുന്നത്. For sigma plus, sigma minus
sigma 0, S is minus 1. For psi particle, S is minus 2. For omega hyperon, S is minus 3. അങ്ങനെ വാല്യൂ ഫോർ ഫെമിനൽ പാർട്ടിക്കിൾസ്, ഇപ്പോൾ പ്രോട്ടോൺ ഇലക്ട്രോൺ പോലെയുള്ള ഫോർ ഫെമിനൽ പാർട്ടിക്കിൾസ് ലൈക്ക് ഇലക്ട്രോൺ, പ്രോട്ടോൺ, പൈ മെസോൺ എക്സെട്ര, ന്യൂട്രോൺ, പൈ മെസോൺ എക്സെട്ര, S is taken as 0. For familiar particles like electron, proton, neutron, pi meson, etc., S is taken as 0. ഇനി നമ്മൾ ചെയ്തതാണ് കൺസർവേഷൻ ലോ ഓഫ് സ്ട്രേഞ്ച്നെസ് നമ്പർ. നമ്മളതിൻ്റെ പ്രോബ്ലമൊക്കെ ചെയ്തിട്ടുണ്ട്. ആ പ്രോബ്ലം വായിച്ച് പഠിച്ചാൽ മതി. എന്താണ് കൺസർവേഷൻ ഓഫ് സ്ട്രേഞ്ച്നെസ് നമ്പർ ഇൻ പാർട്ടിക്കിൾ ഇൻട്രാക്ഷൻസ്, അതിവിടെ കാണിച്ചിരിക്കുകയാണ്. ദ സ്ട്രേഞ്ച്നെസ് നമ്പർ S is conserved in strong interactions and electromagnetic interactions. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻട്രാക്ഷനിലും സ്ട്രോങ് ന്യൂക്ലിയർ ഇൻട്രാക്ഷനിലും സ്ട്രേഞ്ച്നെസ് നമ്പർ കൺസർവ് ചെയ്യും. ബട്ട് ഇറ്റ് ഈസ് നോട്ട് കൺസർവ്ഡ് ഇൻ പ്രോസസ് ഗിവേൺഡ് ബൈ വീക്ക് ഇൻട്രാക്ഷൻസ്. വീക്ക് ന്യൂക്ലിയർ ഇൻട്രാക്ഷൻസിൽ ഈ സ്ട്രേഞ്ച്നെസ് നമ്പർ കൺസർവ് ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. ഒരു പ്രോബ്ലം, ഇത് 2013 ചോദിച്ചൊരു പ്രോബ്ലമാണ്. അത് നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലം തന്നെയാണ്, ചെയ്ത ടൈപ്പ് പ്രോബ്ലം തന്നെയാണ്. ഒന്നുകൂടി ചെയ്തിരിക്കുകയാണ്. ചെക്ക് വെദർ the 4 reactions given below are allowed by the laws of conservation of lepton number and baryon number. ബാരിയൻ നമ്പറും ലെപ്റ്റോൺ നമ്പറും അവിടെ കൺസർവേഷൻ പരിശോധിച്ച് ഈ റിയാക്ഷൻ പോസിബിൾ ആണോ എന്ന് പറയുക. എ, N gives P plus E plus anti-neutrino. B, pi plus pi minus gives 2 gamma. C, N gives E plus E minus. D, P plus P minus gives N plus N. ഇതിൽ ഏതെല്ലാം റിയാക്ഷൻ പോസിബിൾ ആണ്, ഏതെല്ലാം റിയാക്ഷൻ പോസിബിൾ അല്ല എന്ന് പറയണം. അതിന് ലെപ്റ്റോൺ നമ്പറും ബാരിയൻ നമ്പറും അവയുടെ കൺസർവേഷൻ അപ്ലൈ ചെയ്യുക. അപ്ലൈ കൺസർവേഷൻ ലോസ് ലെപ്റ്റോൺ നമ്പർ ആൻഡ് ബാരിയൻ നമ്പർ ആൻഡ് പ്രൂവ് which of the 4 above reactions are possible. അപ്പോൾ ആൻസർ നമ്മൾ ചുരുക്കി കൊടുക്കുകയാണ്. ആൻസർ എ, N gives P plus E plus ന്യൂട്രീനോ, ആൻറ്റി-ന്യൂട്രീനോ. ചെക്കിംഗ് ലെപ്റ്റോൺ നമ്പർ N into 0, അത് ലെപ്റ്റോൺ അല്ലാത്തതുകൊണ്ട് 0, Pയുടെ 0, ഇലക്ട്രോണിൻ്റെ 1, ആൻറ്റി-ന്യൂട്രോണിൻ്റെ -1. അപ്പോൾ 0 is 0, delta L is 0, lepton number is conserved. Lepton number is conserved. Delta L is 0, lepton number is conserved. Checking baryon number, for neutron it is 1, for proton it is 1, for electron and anti-neutrino, electron and anti-neutrino they are 0, so 1 is equal to 1, delta B is 0, baryon number is also conserved. Their reaction is possible. Reaction is allowed. The reaction is allowed. Next is pi plus pi minus gives 2 gamma. ഇവിടെ നമ്മൾ ലെപ്റ്റോൺ നമ്പർ ചെയ്യുമ്പോൾ 0 plus 0 is equal to 0, that is delta L is 0, 0 plus 0 is equal to 0. ബാരിയൻ നമ്പർ, പൈയുടെ ബാരിയൻ നമ്പർ 0 ആണ്. പൈ is not a baryon. So delta B is 0, reaction is allowed. രണ്ടാമത്തെ നടക്കും. ഇപ്പോൾ ഒന്നാമത്തെയും രണ്ടാമത്തെയും റിയാക്ഷൻ പോസിബിൾ ആണ്. The first and second reactions are possible. Now we can see the third reaction. N gives E plus E minus. നമ്മൾ ലെഫ്റ്റ് നമ്പർ എഴുതുമ്പോൾ 0 is equal to 1 minus 1 plus 1. പോസിട്രോണിൻ്റെ ലെഫ്റ്റ് നമ്പർ -1 ആണ്, -1 plus 1. That is delta L equal to 0. That is conserved. But you see the baryon number. ന്യൂട്രോണിൻ്റെ 1, ഇലക്ട്രോണിൻ്റെയും പോസിട്രോണിൻ്റെ 0, അപ്പോൾ 1 is 0 എന്ന് വരും. അപ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന ഒരു കറക്ഷൻ ഉണ്ട്. ഡെൽറ്റ ബി നോട്ട് ഈക്വൽ 0 ആണ്. ഡെൽറ്റ ബി നോട്ട് ഈക്വൽ 0 എന്നാക്കണം. ഇവിടെ 1 is 0 എന്നല്ല കിട്ടുന്നത്. ബട്ട് ഡെൽറ്റ ബി നോട്ട് ഈക്വൽ 0, നോട്ട് അലൗഡ്. ദ റിയാക്ഷൻ ഇസ് നോട്ട് അലൗഡ്. ഇവിടെ കറക്ഷൻ നോക്കിക്കോളും. ഡെൽറ്റ ബി നോട്ട് ഈക്വൽ 0. ഇനി അടുത്തത് ഡി, പി പ്ലസ് പൈ മൈനസ് ഗിവ്സ് N plus N. ലെഫ്റ്റോൺ നമ്പർ ചെക്ക് ചെയ്യുമ്പോൾ LHS ലെഫ്റ്റോൺ ഇല്ല, RHS ഇല്ല. അപ്പോൾ 0 plus 0 equal 0 plus 0, delta L equals 0. Lepton number is conserved. But you see the baryon number, 1 plus 0 is 1 plus 1, anti-neutral 1 plus 1. 1 is 2 എന്ന് കിട്ടി. Delta B not equal to 0. The reaction is not allowed because the baryon conservation is
not there. Barring conservation is violated, so the reaction is not allowed. അപ്പോൾ ആ ക്വസ്റ്റിനകത്ത് 2 reactions are allowed and 2 reactions are not allowed. ഇത് ഒരു ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യനാണ്. 2019 ചോദിച്ചതാണ് ഷോർട്ട് ആൻസർ. എല്ലാം പഠിച്ചാലും ചില ക്വസ്റ്റ്യൻസ് ഉത്തരം എഴുതാൻ പ്രയാസമുണ്ട് എന്നുള്ളതിൻ്റെ തെളിവ് കൂടിയാണിത്. ഇതത്ര ഒരു കോമൺ ക്വസ്റ്റ്യൻ അല്ല. അപ്പോൾ ഞാനത് ചോദിച്ച ക്വസ്റ്റ്യൻ 2019 ക്വസ്റ്റ്യൻ, ഇറ്റ് ഈസ് ഗിവൺ ഹിയർ. വാട്ട് സ്പീഷീസ് ഓഫ് പൈമെസോൺ ഈസ് എക്സ്ചേഞ്ച് ഇൻ ദ PP ഇൻട്രാക്ഷൻ. PP ഇൻട്രാക്ഷനിൽ എക്സ്ചേഞ്ച് പാർട്ടിക്കിളായിട്ട് വരുന്നത് ഏത് പൈമെസോണാണ്? അതിൻ്റെ ഉത്തരം പൈ മൈനസ് മെസോൺസ് ആർ എക്സ്ചേഞ്ച്ഡ് ഇൻ ദി PP ഇൻട്രാക്ഷൻ. എനർജി ഓഫ് പൈ മൈനസ് മെസോൺ ഈസ് 206 GeV, ജിഗാ ഇലക്ട്രോൺ വോൾട്ടാണ്. അത് മാത്രമല്ല വേറെ ഉത്തരമുണ്ട്. D+ മെസോൺസ്, അങ്ങനെ ക്ലാസ് ഉണ്ട്. D+ mesons are also produced in the PP interactions. D+ mesons are the longest particles, are the lightest. D+ mesons are the lightest particles containing charm cork. The cork theory നമ്മൾ പറയുന്നതാണ് charm cork. D+ mesons are the ലൈറ്റസ്റ്റ് പാർട്ടിക്കിൾസ് കടങ്ങ് ചാം കോർക്കുള്ള ലൈറ്റസ്റ്റ് പാർട്ടിക്കിളാണ് ഈ D+. അതും ഈ PP ഇൻട്രാക്ഷനിൽ എക്സ്ചേഞ്ച് പാർട്ടിക്കിളായിട്ട് വരാറുണ്ട്. എനർജി ഓഫ് D+ മെസോൺ ഈസ് 52.5 GeV. അവയുടെ എനർജി D+ൻ്റെ എനർജി 52.5 GeV ആണ്. അപ്പോൾ പൈ മൈനസ് എക്സ്ചേഞ്ച് പാർട്ടിക്കിളായിട്ട് വരും. അതുപോലെ D+ മെസോൺ അങ്ങനെ ഒരു ക്ലാസ് ഉണ്ട്. അവയും എക്സ്ചേഞ്ച് പാർട്ടിക്കിളായിട്ട് PP ഇൻട്രാക്ഷനിൽ വരാറുണ്ട്. And that is all with your 49th lecture on nuclear and particle physics. We continue our class with the symmetry of particle physics, symmetries in particle physics in the next class. Thank you very much.